ലൂസ് ഫാമിലി വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എഴുന്നേറ്റിട്ടേ ഉള്ളൂ, സമയം 7:30 ആയിട്ടേ ഉള്ളൂ. ഇന്നങ്ങനെ ബിസി ഡേ ഒന്നും അല്ല, എന്നാലും കുറച്ച് അത്യാവശ്യം തിരക്കും ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റ് ഈ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ പിന്നെ ഒരു വൈകുന്നേരം 5-5:30 വരെ ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല. അത്ര വെട്ടമാണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ പൊതുവേ ലൈറ്റ് ഇടാറില്ല. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ ഒന്ന് പുറത്തേക്ക് പോയി കാഴ്ചകൾ കാണുകയോ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഇരിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നേരെ അടുക്കളയിലേക്കൊരു പോക്കാണ്. പിന്നെ നിപ്പിലും നടപ്പിലും ഒക്കെ അന്നത്തെ ദിവസം എന്ത് കാപ്പി ഉണ്ടാക്കാം, ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കാം, അല്ലെങ്കിൽ ലഞ്ചിന് എന്തൊക്കെ കറികൾ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ഈ നടപ്പൊക്കെ. ആദ്യം എഴുന്നേറ്റ് വന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് വെക്കും. പിന്നെ സിങ്ക് ഇങ്ങനെ കാണുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും പ്രത്യേക ഒരു ഫീലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം പോക്കാണ്. അത് പെണ്ണുങ്ങൾക്കറിയായിരിക്കും. ഒരു അന്നത്തെ ദിവസത്തെ മൂടേ പോയി കിട്ടും. അപ്പോൾ നമുക്ക് രാവിലെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഫ്രഷായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിങ്കിൽ പാത്രങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഞാനങ്ങനെയാണ്. അപ്പോൾ വെള്ളമില്ലായിരുന്നു കുടിക്കാനായിട്ട്. നോക്കിയപ്പോഴേക്കും വെള്ളം തിളപ്പിക്കുവാണ്. തലേന്ന് രാത്രി ലേറ്റായിട്ട് കിടന്നത് കൊണ്ടാണ് ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. വേഗം തന്നെ ഉറങ്ങിയാൽ മതിയെന്ന് തോന്നി. അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇനി ചായക്ക് വെക്കണം. ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ ചായ, ചോറ് ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും വിബുക്കുട്ടൻ ഉണരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിലേതെങ്കിലും ഒന്ന് മിസ്സായി പോയാൽ, അതായത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചോറ് വെക്കാനായിട്ട് മറന്നു പോകുന്ന കക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അതായത് വെച്ചു എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും ഇരിക്കുന്നത്. അതെ, കറികളും കാര്യങ്ങളും ഒക്കെ വെച്ച ശേഷമായിരിക്കും ചില നേരം ഓർക്കുന്നത്. അതും 12 മണിയോട് അടുക്കുമ്പോഴൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. പിന്നെ കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ കേൾപ്പിച്ചൊക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്യും കേട്ടോ. ചില നേരം അങ്ങ് വിട്ടുപോകുന്നതാണ്. രാവിലെ തന്നെ ഇതൊക്കെ നടക്കുവാണെങ്കിൽ അങ്ങനെയും ജോലി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കും, ഒന്നും മറന്നു പോകത്തില്ല. അപ്പം ഞാൻ ചോറിനൊക്കെ വെച്ചിട്ട് നിൽക്കുമ്പോഴാണ് ദോശമാവ് കലക്കിയതുണ്ടായിരുന്നു. ദോശ ചുടാം എന്നും പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ പുറത്ത് ഹോണടി കേൾക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് വന്നതാണ്. ഏർലി മോർണിംഗ് പോകുന്നതാണ് പാവം ജോലിക്ക്. എന്നിട്ട് തിരികെ വരുന്നത് 8 മണിയാവും. അപ്പോൾ പുള്ളി വന്നൊന്ന് ഹോണടിക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടി വേഗം ഓടുവാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഹോണടി കേട്ടാൽ മതി വിബുക്കുട്ടൻ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടാനായിട്ട്. അപ്പോൾ ഒരു ബാലൻസ് ഇല്ലാണ്ട് കട്ടിലിൽ നിന്ന് ഇറങ്ങി ഓടും ഈ ഹോണടിയൊക്കെ കേൾക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ഓടുവാണ് ഞാൻ. ഓടിച്ചെന്ന് ഞാൻ ഡോറ് തുറന്നപ്പോഴേക്കും ഒരു ചെറു പുഞ്ചിരി. കാര്യം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്താ ലേറ്റായതൊന്നും ചോദിക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കുന്ന ഒരു ചിരിയും ചിരിച്ചിട്ട് അങ്ങ് പോയി. ഞാൻ തിരിച്ചു നോക്കുമ്പോൾ വിബുക്കുട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. അടുപ്പ് അണച്ചിട്ട് ഞാൻ പല്ല് തേക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഈ അടുക്കളയോട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ. അതുകൊണ്ട് അവിടെ നിന്ന് പല്ലൊക്കെ തേക്കുകയോ കൈ കഴുകുകയോ ചെയ്താലും കിച്ചണിൽ എന്തെങ്കിലും ഒരു സാധനം സ്റ്റൗവിലിരിക്കുവാണെങ്കിൽ അത് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ മുഖം കഴുകിയിട്ട് നോക്കുമ്പോഴുണ്ട് പിരിക നല്ലോണം വളർന്നിരിക്കുന്നു. ത്രെഡ് ചെയ്യണമെന്ന് ഓർത്തത് 2-2.5 മാസത്തിനകത്ത് ഞാൻ ത്രെഡ് ചെയ്യാറുണ്ട്, എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം വിട്ടുപോയി. അപ്പോഴേക്കും അരിയൊക്കെ തിളച്ചു. ഞാനെടുത്ത് അത് തെർമൽ കുക്കറിൽ വെച്ചു. എന്നിട്ട് ചായ കുടിക്കാനായിട്ട് ചെന്ന് ഹസ്ബൻഡ് അടുത്ത് ഇരിക്കുകയാണ്. ഹസ്ബൻഡ് രാവിലെ ഫുഡ് ചില നേരം കഴിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഹസ്ബൻഡിനോട് കുറച്ച് നേരം കുശലാന്വേഷണമൊക്കെ പറഞ്ഞിരുന്നിട്ട് നോക്കുമ്പോഴേക്കും ഒരു വിളി കേൾക്കുന്നു, അമ്മുവേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം തന്നെ ഷീറ്റ് മടക്കി വെക്കുവാണ് കേട്ടോ. കാര്യം ഫസ്റ്റ് എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിനെ ചവിട്ടിയെടുത്ത് ദൂരെ എറി. പിന്നെ ഇത്രയും നേരം കാണാതിരുന്നതിൻ്റെ ഒരു സ്നേഹപ്രകടനം അച്ഛനും മോനും കൂടി അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ദോശയും ചമ്മന്തിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മിക്കപ്പോഴും ദോശ തന്നെ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഇഷ്ടമാണ്, വാവയ്ക്ക് ഇഷ്ടമാണ്. വാവയ്ക്ക് ഇഡലിയേക്കാളും കൂടുതൽ ഇഷ്ടം ദോശയാണ്. അപ്പോൾ അതുകൊണ്ട് ദോശ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. അങ്ങനെ ദോശയൊക്കെ വേഗം ഉണ്ടാക്കുവാണ്.
പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശകളൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ അത് ഹസ്ബൻഡിന് ഇഷ്ടമല്ല. ഹസ്ബൻഡിന് ഇതുപോലെ ഇങ്ങനെ പേപ്പർ പോലെ ഇരിക്കുന്ന ദോശ വേണമെന്ന് പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ വലുതാക്കി ഞാൻ ചുടുന്നത്. തലേന്ന് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് വേഗം തന്നെ ചമ്മന്തി അടിച്ചു. അപ്പോഴേക്കും ഒരാൾ വരുന്നുണ്ട് കേട്ടോ ഹാജർ വെക്കാനായിട്ട്. എത്തിയാ? അച്ഛൻ്റെ കൂടെ കളിച്ചു കഴിഞ്ഞാ? ഓക്കേ. ഇങ്ങനെ ഹാജർ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വേഗം തന്നെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി കൊടുത്ത് വേവിക്കുട്ടന്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചെറു ചൂട് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. അത് റെഗുലറായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുവാണ്. കാര്യം അവൻ ഇച്ചിരി കൂടി വളർന്നു കഴിഞ്ഞാലും രാവിലെ എഴുന്നേറ്റ ഉടനെ ഇച്ചിരി വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അത് അവൻ കണ്ടിന്യൂ ചെയ്യും എന്ന വിശ്വാസത്തിലാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരുന്ന് കളിക്കുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവനിങ്ങനെ പുറത്തിരുന്ന് കളിക്കുന്ന കണ്ടപ്പോഴേക്കും ഞാൻ ചെന്ന് നോക്കുവാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുക? ഹസ്ബൻഡ് നല്ല ഉറക്കമായി കേട്ടോ, പാവം. രാവിലെ പോകുന്നതല്ലേ, നമ്മുടെ നല്ലൊരു ഉറക്കം പിടിക്കുന്ന സമയത്താണ് പുള്ളിക്ക് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ ഞാൻ വേഗം കതവൊക്കെ അടച്ചു. അവൻ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാണ് വിബുക്കുട്ടൻ ചെന്ന്, അല്ലെങ്കിൽ പുറത്തോടി കയറി മറിച്ചിലും ബഹളമായിരിക്കും. ഞാൻ വേഗം തന്നെ കഴുകിയ തുണികളൊക്കെ ബക്കറ്റിലാക്കി കഴുകാനുള്ളതൊക്കെ എടുത്തിട്ടു. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഇതെല്ലാവർക്കും അറിയാമായിരിക്കാം. നമ്മളെപ്പോഴും വാഷിംഗ് മെഷീനിൽ തുണി ഇടുമ്പോഴോ എടുക്കുമ്പോഴോ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. മെയിൻ മീൻസ് ആ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒയറും ഊരിയിട്ട ശേഷം മാത്രം ഡിറ്റർജൻ്റ് ആയാലും ലിക്വിഡ് ആയാലും ഒക്കെ യൂസ് ചെയ്യുക. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കഴുകാനുള്ള എല്ലാം ഓക്കെ ആക്കിയ ശേഷം മാത്രം അതിൻ്റെ ഡോറും ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്ലഗും കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്യുക. ഇത് വേറൊന്നും കൊണ്ടല്ല, 1-2 സ്ഥലങ്ങളിൽ ഈ കറണ്ട് അടിക്കുക അങ്ങനെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരുവാണ്. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് ഡോറ് ക്ലോസ് ചെയ്തു. കാര്യം വെച്ചാൽ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിടാൻ പറ്റില്ല. ബിബുക്കുട്ടൻ എപ്പോൾ ഡോറ് തുറന്നിട്ടാലും കയറി ഓടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഡോറിനങ്ങ് ക്ലോസ് ചെയ്തു. ഇറങ്ങി വരുമ്പോഴേക്കും ബിബുക്കുട്ടൻ തകർത്ത് TV ആണോ നല്ല മൂഡിലിരിക്കുന്ന കണ്ടപ്പോഴേക്കും ഞാനങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. തനി ഇച്ചിരി കൊടുക്കത്തുള്ളൂ. മുഴുവനോട് ഒരു ദോശയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ ടേബിളിൻ്റെ അടിയിൽ നിന്നോ അല്ലെങ്കിൽ സെറ്റിയുടെ അടിയിൽ നിന്നോ ഒക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ നിന്നിട്ട് ഞാൻ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കും, കഴിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും കഴിക്കാതെ നിന്ന് TV കാണുമായിരിക്കും. എൻ്റെ ഒച്ച കേൾക്കുമ്പോഴേക്കും ഓരോന്നായിട്ട് എടുത്ത് വായിൽ വെച്ച് കഴിച്ചോളും. അപ്പോൾ ഞാൻ വിബുക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ട് വന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറി ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. വേഗം ജോലി തീർക്കാൻ ശ്രമിക്കുവാണ്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ എവിടെയും പോകാനില്ലെങ്കിലും വേഗം ജോലി തീർക്കുന്നത് ഒരു 12 മണിക്ക് മുന്നേ ജോലി തീർക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. കാര്യം ചൂടെന്ന് പറഞ്ഞാൽ അത്രമാത്രം ചൂടാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ആവിയും കൂടി ആവുമ്പോഴേക്കും വല്ലാത്ത ഒരു വെപ്രാളം വരും. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ലോണം വെയിലടിക്കുന്ന സമയത്തിന് മുന്നേ മാക്സിമം ജോലി തീർക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ അത് നടക്കാറില്ല. വിബുക്കുട്ടൻ്റെ സ്വഭാവം പോലെ ഇരിക്കും എൻ്റെ ജോലി തീരലൊക്കെ. അങ്ങനെ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഒരു തോരനും വെച്ചിട്ട് വിബുക്കുട്ടന് ദിവസവും ഞാനൊരു മുട്ട കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. മുട്ട ദിവസവും കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നല്ലൊരു പ്രോട്ടീൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനത് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു 11 മണിയോടൊക്കെ അടുപ്പിച്ച് ഞാനത് കൊടുക്കാറുള്ളൂ. കൊടുത്ത് ഫുഡ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല. അവൻ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ച ശേഷം ഞാൻ പിന്നെ ലഞ്ച് ഒരു 1:30-2 മണിക്കകത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഒരു ചെറിയ അവിയൽ, ഞങ്ങൾ 3 പേര് മാത്രം ആയതുകൊണ്ട് കുറേശ്ശെ വയ്ക്കാറുള്ളൂ. ഒരു കുഞ്ഞ് അവിയൽ വെച്ചു, ഒരു കുഞ്ഞൊഴിച്ച് കറി വെച്ചു, പിന്നെ തോരൻ വെച്ചു. പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അന്നേ ദിവസം തന്നെ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഐഡിയ ആണല്ലോ മുട്ട പൊരിക്കൽ. അപ്പോൾ വിബുക്കുട്ടന് ഈ മഞ്ഞ ഇഷ്ടമല്ല കേട്ടോ. അപ്പം മഞ്ഞ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ വെള്ളയിൽ കൂടി ഈ മഞ്ഞ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കൊടുക്കുമ്പോഴേക്കും ഈ മുഖഭാവം കാണുമ്പോൾ എനിക്കങ്ങ് ചിരി വരും കേട്ടോ. വല്ലാത്ത ഒരു എന്തോ പറയാനായിട്ട്, ഈ കശപ്പുള്ള മരുന്ന് കഷായമൊക്കെ കൊടുക്കുമ്പോഴുള്ള മുഖഭാവമാണ് ഈ മഞ്ഞ കൊടുക്കുമ്പോൾ അവൻ്റെ ഫേസിൽ വരുന്നത്. പക്ഷെ ഞാൻ കഴിപ്പിക്കാറുണ്ട്. വെള്ളയേക്കാളും കൂടുതൽ മഞ്ഞ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നും അതും ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ
മുട്ടയൊക്കെ വല്ലവിധം കഴിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും എടുക്കുക എങ്ങനെ നോക്കിയാലും. അതൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് വേഗം കിച്ചണിലേക്ക് വന്നു. അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ ദൈവമേ, ഈ പാത്രങ്ങളൊക്കെ മുട്ടയിട്ട് പെരുകുവാണോ എന്ന് ചില നേരം തോന്നാറുണ്ട്. അത്ര മാത്രമാണ് കഴുക ഇങ്ങനെ പാത്രം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാലും കഴുകാണ്ടിരിക്കാൻ പറ്റുമോ? ആരെങ്കിലും എണിച്ച് നമുക്കിപ്പോൾ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. നമ്മൾ തന്നെ എപ്പോഴായാലും ചെയ്യണം. അതുകൊണ്ട് വേഗം തന്നെ പാത്രം കഴുകി ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള മെയിൻ പരിപാടി കിച്ചൺ ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ ഒരു സമാധാനം വരത്തുള്ളൂ മനസ്സിൽ. അതും സ്റ്റൗ എന്നും തുടയ്ക്കും. കാര്യം എന്ന് വെച്ചാൽ സ്റ്റൗവിന് അഴുക്ക് പിടിപ്പിച്ചിട്ടിരുന്ന നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലായ്മ തോന്നും. അത് തോന്നാത്തവരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് കുറച്ച് നേരം അതിൻ്റെ ഭംഗി ആസ്വദിക്കും. ഇത്ര ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തോ എന്ന രീതിയിൽ കുറച്ച് നേരം. അതിന് എന്നെ ആരും പറഞ്ഞു തരണ്ട കേട്ടോ. അപ്പോൾ ആരെങ്കിലും കയറി വന്നിട്ട് എന്ത് ഭംഗിയായിട്ടാണ് വീട് ഇട്ടേക്കുന്നത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ക്ലീൻ ചെയ്താൽ ഞാൻ തന്നെ അത് ആസ്വദിക്കാറുണ്ട്. ഇത്രയൊക്കെ ക്ലീൻ ചെയ്തു അങ്ങനൊരു കൂട്ടത്തിലുള്ളതാണ് കേട്ടോ ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് തൂത്തുവാരുമ്പോഴേക്കും വിബുക്കുട്ടനാണെങ്കിൽ ഈ ചവർ എങ്ങനെയെങ്കിലുമൊക്കെ ആവും. നമ്മളിപ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് താഴെ വീഴാറുണ്ട്. പക്ഷെ അത് പോരഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പേപ്പർ അല്ലെങ്കിൽ നൂല്, പഞ്ഞി എവിടെ നിന്നാണ് അവനിത് കിട്ടുന്നതെന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും അത് തപ്പിപ്പിടിച്ച് കുറച്ച് ചവറൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് എന്നോട് പറയും, അമ്മേ ചൂലെടുത്തൊന്നും തൂക്കാം. അവൻ തൂക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവൻ തൂത്തിനി വേറെ ചവറുണ്ടാക്കി ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ തൂത്തുവരും. ഞാനതൊന്നും ചെയ്യിക്കില്ല. അപ്പം ഞാൻ ഈ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വരുമ്പോഴേക്കും അവൻ്റെ കുഞ്ഞ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി കിടന്ന് നല്ല ഉറക്കമായി കേട്ടോ. അപ്പോഴാണ് അമ്മ ചർച്ചിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതി തരുമോ എന്ന് ചോദിച്ചിരുന്നു, നോക്കി പാടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ ലിറിക്സൊക്കെ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുമായിരുന്നു. അമ്മയ്ക്കൊരു ഹെൽപ്പാവട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ അത് എഴുതിക്കൊണ്ടിരിക്കുവാണ്. വിബുക്കുട്ട് ഉണർന്നിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ വേഗം അത് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാട്ടൊക്കെ എഴുതി തീർന്നപ്പോഴേക്കും ഏകദേശം 1:30 മണി. ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി. ഹസ്ബൻഡ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. വേഗം ചോറ് കഴിച്ച് കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും പാത്രങ്ങളൊക്കെ കിടക്കുവാണ്. അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഞാൻ വേഗം പോയി കുളിച്ചിറങ്ങി. ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ്. ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് 3 ആഴ്ചയായി. പ്രഗ്നൻസിയോടനുബന്ധിച്ചിട്ട് ഡബിൾ മടങ്ങായിരിക്കുവാണ് വെയിറ്റ്. അപ്പോൾ ആ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ പോയാലേ പറ്റത്തുള്ളൂ. കാര്യം പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ബോഡിയാണ്. അപ്പം ജിമ്മിലൊന്നും ഇനിയും പോയില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഞാനും അമ്മയും കൂടിയായിട്ടാണ് പോകുന്നത്. അങ്ങനെ ജിമ്മിൽ പോയി ഒരു 4 മണിയോടുകൂടി പോയി 6 മണിയാകുമ്പോഴേക്കും തിരികെ ഹസ്ബൻഡ് വിളിക്കാൻ വരും. അങ്ങനെയാണ് 2 മണിക്കൂറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. വർക്കൗട്ട് തുടങ്ങിയിട്ട് നല്ല റിസൾട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു 3-4 ആഴ്ചക്കകത്ത് തന്നെ നല്ലൊരു റിസൾട്ട് കാണുന്നുണ്ട്. ബോഡിക്ക് പെട്ടെന്ന് വണ്ണം കുറയുകയും ചെയ്യും, കൂടുകയും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ശരീരം. എനിക്കൊരു ബാങ്കിൽ നിന്ന് ATM വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിൻ ചേഞ്ച് ചെയ്യാനായിട്ടും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ATM കൗണ്ടറുണ്ട്. അവിടെ കയറി പിന്നൊക്കെ ചേഞ്ച് ചെയ്തു വീട്ടിൽ വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് കിച്ചണിലേക്ക് ചെന്നപ്പോഴുണ്ട് കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നു കേട്ടോ. ഞാൻ ജിമ്മിൽ പോയിട്ട് വന്ന് വീണ്ടും കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പാത്രമൊക്കെ കഴുകി വെച്ചിരുന്നു. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നും ജോലി കിടക്കുവാണ്. എല്ലാവരും വിചാരിക്കും ജിമ്മിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ അവർക്ക് സുഖമല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്ത പണി തുടങ്ങുവാണ്. അപ്പം റെസ്റ്റ് ചെയ്യണം, ജിമ്മിൽ പോയിട്ട് വന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നത്. എന്നാലും നമുക്കൊരു ചെറിയൊരു ക്ഷീണമൊക്കെ വരില്ലേ, അതുപോലെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ അടുക്കി കഴിഞ്ഞ് ചായ ഇടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഒരാൾ സ്നാക്സ് കൊണ്ട് തന്നിട്ട് അമ്മ ഇച്ചിരി പൊട്ടിച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പൊട്ടിച്ചു കൊടുത്തു. അവൻ ഈ മരിച്ചിനി വറ്റൽ നീളത്തിലുള്ള അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ ഓരോന്നായിട്ട് വന്ന് മേടിച്ചുകൊണ്ട് പോകും കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ പൊട്ടിച്ച് അവിടെ തന്നെ എൻ്റെ അടുത്ത് തന്നെ വെച്ചിരുന്നു. ചായ ഇടുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ചിരുന്നു. കാരണം വെച്ചാൽ അവ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും. അങ്ങനെ ഞാനും ഓരോന്നായിട്ട് എടുത്ത് കഴിച്ച് നിന്ന് ചായ ഇടുവാണ്. ചായ ഇട്ടൊരു ചായ കുടിയും കഴിഞ്ഞ് ഒരല്പനേരം റിലാക്സ് ചെയ്ത് TV ഒക്കെ കണ്ട ശേഷമേ അടുത്ത രാത്രിയിലത്തേക്കുള്ള കാപ്പി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ.
ഹസ്ബൻഡ് ഞാൻ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കും. ഇതൊക്കെ മിക്ക വീടുകളിലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലേ. നമുക്ക് ആ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മാക്സിമം എല്ലാവരും ഫാമിലിയിലുള്ളവർ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കുഞ്ഞുമക്കളുള്ളിടത്ത് അത് നടക്കില്ല, അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറി. രാത്രിയും ദോശ തന്നെയാണ്. ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ റിസ്കി ഫാക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കില്ല. ദോശയും ചുട്ട് ചമ്മന്തി, വെള്ള ചമ്മന്തിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. വെള്ള ചമ്മന്തി അരച്ചു. അങ്ങനെ വിബുക്കുട്ടനും ഫുഡ് കൊടുത്തു. ഹസ്ബൻഡ് ഫുഡ് കഴിക്കണം. ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് വെച്ച അവിയൽ, തോരനൊക്കെ ഈ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ തോരനൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു. റൂമിലേക്ക് വന്നപ്പോൾ ഉണ്ട് കട്ടിൽ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇനി അത് ക്ലീൻ ചെയ്ത് വിബുക്കുട്ടന് മേല് കഴുകി കൊടുത്ത് അവനെ ഒന്ന് റെഡിയാക്കി ഒക്കെ വേണം കിടക്കാനായിട്ട്. ഇപ്പം തന്നെ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 10-10:30. അപ്പോൾ മാക്സിമം 10:30 ഉറങ്ങാൻ നോക്കും. ചെറിയൊരു ക്ഷീണം ഈ ജിമ്മിൽ പോകുന്ന കാരണം എക്സ്ട്രാ ഒരു ക്ഷീണം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നേരത്തെ കിടക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് ഉറക്കം കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അതാണ് വേറൊരു കാര്യം. അപ്പോൾ വിബുക്കുട്ടൻ്റെ മേലൊക്കെ കഴുകിക്കൊടുത്തു. ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുവാണ്. ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞാൻ അവനെ ഒരു 9 മാസം മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ, രാത്രി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ വിബുക്കുട്ടനെ കൂടി ഇരുത്തി അത് കാണിച്ച് കൊടുത്ത് കുഞ്ഞ് 1 വയസ്സിനകത്ത് തന്നെ അവൻ കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടേ അവൻ കിടക്കാറുള്ളൂ കേട്ടോ. എനിക്കത് വലിയ ഇഷ്ടമാണ്. അവനത് നമ്മൾ ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നത് വളരെ കറക്റ്റാന്ന് തോന്നിയിട്ടുണ്ട്. അവന് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണെങ്കിൽ എല്ലാം ഏറ്റുപറഞ്ഞ പ്രാർത്ഥന, അച്ഛന്, അമ്മയ്ക്ക്, അച്ഛമ്മയ്ക്ക്, പപ്പയ്ക്ക്, മമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴും ഒരു സന്തോഷമാണ്. കുഞ്ഞ് അതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് ഒരു ഉമ്മയൊക്കെ തന്ന് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് വിബുക്കുട്ടനും പോയി കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.